ആമേൻ. ഒരു വലിയ സകല ഗോത്രങ്ങളിൽ നിന്നും ആർക്കും എണ്ണിക്കൂടാത്ത ഒരു വലിയ പുരുഷാരം ഒരുമിച്ച് നിൽക്കൂടാത്ത ഒരു വലിയ പുരുഷാരം ഒരുമിച്ച് നിന്നുകൊണ്ട് ഉറക്കപ്പാടി രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം. പ്രൈസ് ദ ലോർഡ്. ഇത് വിളിച്ചു പാടുവാൻ കഴിവുള്ളവർ ഇത് ആസ്വദിച്ചവരാ. രക്ഷ ആസ്വദിച്ചവർ പാടുകയാ. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ് രക്ഷ. അത് എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നും ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു വലിയ സമൂഹം. അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എണ്ണിക്കൂടാത്ത പുരുഷാരം. ഈ വെളിപ്പാട് പുസ്തകത്തിൽ പലയിടത്തും എണ്ണം പറയുന്നവരുണ്ട്, എണ്ണം പറഞ്ഞിട്ടുമുണ്ട്. ആ 7-ാം അധ്യായത്തിൽ തന്നെ 144,000 പേരുടെ എണ്ണം പറയുന്നുണ്ട്. ആദ്യ ഭാഗത്ത് അവരെ മുദ്രയേറ്റവരാ. ഇസ്രായേൽ ഗോത്രത്തിൽ 12-ൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേര്. പലയിടങ്ങളിലും പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യ എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണ്, ആർക്കും എണ്ണിക്കൂടാത്തൊരു പുരുഷാരം. ആർക്കും പറയാനൊക്കത്തില്ല ഇവർ ഇത്ര പേരുണ്ടെന്ന്, കൃത്യം ഇത്ര പേരുണ്ട് എന്ന് പറയാനൊക്കാത്ത ഒരു മഹാപുരുഷാരം നിന്നുകൊണ്ട് പാടുകയാണ്. രക്ഷദാനമോഹോ അതെത്ര മാധുര്യം, എന്നെ വേണ്ടതോ അതെത്ര ആനന്ദം, കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാൽ കീർത്തിക്കും ഞാൻ നന്ദിയാൽ. രക്ഷ ദാനമാണ്, രക്ഷ ദാനമാണ്. അര പൈസ ചെലവില്ലാതെ. ഇറ്റ് ഈസ് ഫ്രീ ബട്ട് നോട്ട് ചീപ്പ്. ദാനമായി കിട്ടുന്നതാ, പക്ഷേ ഇത് വിലയില്ലാത്തതല്ല. രക്ഷ 2 അക്ഷരേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന് വലിപ്പക്കുറവാണെന്ന് ചിന്തിക്കരുത്. ലോകം 2 അക്ഷരേ ഉള്ളൂ, അതുകൊണ്ട് ചെറുതാണോ? ദൈവം 2 അക്ഷരേ ഉള്ളൂ, അതുകൊണ്ട് ചെറുതാണോ? അല്ല. ശ്രേഷ്ഠമായ ഈ രക്ഷ മനുഷ്യർക്ക് വേണ്ടി ദൈവം ദാനം ചെയ്തു. ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് പഠിക്കാൻ പോകുന്ന വിഷയം രക്ഷ. തേജോമയനായ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി, മാനവജാതിക്ക് വേണ്ടി തൻ്റെ പുത്രൻ മുഖാന്തരം അവൻ്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു കൂട്ടം ജനം നിന്നുകൊണ്ട് ഉറക്കപ്പാടുകയാണ് രക്ഷ എന്നുള്ളത്. സിംഹാസനത്തിലിരിക്കുന്നവനായ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഈ രക്ഷ എന്ന് പറയുമ്പോൾ 2 പേര് തമ്മിലൊരു ഒരു 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 വഴക്കുണ്ടായി, കേസ് കൊടുത്തു, തമ്മിൽ വാദിച്ചു. മരണത്തിന് വിധിക്കപ്പെടേണ്ട കേസാണ് എന്ന ഒരു ഭാഗം വക്കീൽ വാദിച്ചത്, പ്രതിഭാഗം വക്കീൽ അതിനെതിര് വാദിച്ചു. എന്തായിരുന്നാലും പ്രതിഭാഗത്തിന് കരുണ ലഭിച്ചു. കേസ് വെറുതെ വിട്ടപ്പോൾ ഇറങ്ങി നിന്ന് പറയുക, എൻ്റെ പൊന്നെ, ഞാൻ വിചാരിച്ചകത്താവുമെന്ന്. എന്തായാലും ദൈവം തമ്പുരാൻ കരുണ ചെയ്തു, എനിക്ക് ശിക്ഷ കിട്ടിയില്ല. ഇതിൻ്റെ പേര് കേസിൽ ജയിച്ചാൽ മാനരക്ഷ എന്ന് വേണേൽ നമുക്ക് പറയാം. വെള്ളത്തിൽ വീണ് മുങ്ങി മരിക്കാൻ തുടങ്ങിയവൻ അവിടെ കിട്ടിയ ഒരു പഴയ വേരിൽ കയറിപ്പിടിച്ച് പൊങ്ങിക്കിടന്നു. ആരാണ്ട് വന്നവനെ തിരിച്ച് പൊക്കിയെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവിട്ടു. ഇതിന് മരണരക്ഷ എന്ന് പറയാം. ജീവൻ രക്ഷ കിട്ടി. പിന്നെ മാനരക്ഷയുണ്ട്, മരണരക്ഷയുണ്ട്, വിവിധ തരത്തിലുള്ള രക്ഷകളുണ്ട്. പക്ഷേ ഇവിടെ പഠിപ്പിക്കുന്ന രക്ഷ ഇപ്പറയുന്നതൊന്നുമല്ല. ഇവിടെ പഠിപ്പിക്കുന്ന രക്ഷ ആത്മരക്ഷയാണ്. അതിരിക്കുന്ന ഓരോ വ്യക്തിയും കരഗതമാക്കേണ്ടതാണ്. ഈ ആത്മരക്ഷ കരമഗതമാക്കാതെ പോയാൽ നിത്യനാശം എന്ന നരകത്തിൽ
ചെന്ന് വീഴും. ചെന്ന് വീഴാൻ സാധ്യതയുണ്ടെന്നല്ല, ചെന്ന് വീഴും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ 2024 അവസാന ദിവസങ്ങളിൽ ജീവിച്ചിരുന്ന് തിരുവചനം കേൾക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവർ ഭാഗ്യമുള്ളവരാ. ഇത് ഏറ്റെടുക്കുന്നവർ അതിനേക്കാൾ ഭാഗ്യമുള്ളവരാ. ഞങ്ങളൊക്കെ ഇത് ഏറ്റെടുക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവരാ. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് ഈ ആത്മരക്ഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ രക്ഷ എന്ന വാക്കിന് എന്താ അർത്ഥം എന്ന ചോദ്യത്തിന് ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്ന, ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, അതാ രക്ഷ. ഈ എന്നാ ശിക്ഷയാ? എന്തോ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാ? കേവലം രോഗം സൗഖ്യമാകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് സിദ്ധിച്ചതോ ഒന്നും രക്ഷയല്ല. അതൊക്കെ പ്രാർത്ഥിച്ചോ കിട്ടട്ടെ, നല്ല കാര്യങ്ങളാണ്. ഈ വർണ്ണം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 15-ാമത് വാക്യം വായിക്കണം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 15-ാമത് വാക്യം. ആരെങ്കിലും പുസ്തകമെടുത്ത് പെട്ടെന്ന് വായിക്കാൻ കഴിവുള്ളവർ വേദി വന്ന് ഇരിക്കണം. അവിടെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ദൈവം വെച്ചിരിക്കുന്ന ശിക്ഷയാണിത്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്കയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ എന്ന വാക്കുകൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 23-ാമത് വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ സാധാരണ വായിക്കുന്നൊരു ഭാഗമാണ്, വായിച്ചാട്ട്. റോമർ 6:23. ഇവിടെ ഉപദേശിമാർ ഒരുപാട് പേരിപ്പുണ്ട്. ആരെങ്കിലും 1-2 പേരുടെ വേദിയിൽ കയറിയിരുന്ന് ഈ മൈക്ക് കയ്യിലെടുത്ത് തിരുവചനം വായിക്കണം. അല്ലെങ്കിൽ സഹോദരിമാരുടെ ഈ മൈക്ക് കൊടുക്കണം. യെസ്, അത് അവിടെ നിന്ന് പറഞ്ഞാൽ ആര് കേൾക്കും? അതെല്ലാം നല്ലതാ. മരണം മാത്രമേ ആളുകൾ കേട്ടുള്ളൂ, ശമ്പളം കേട്ടില്ല. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എടുത്താ ഉടനെ വായിക്കണം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, മരണമത്രേ. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ. പാപത്തിന്റെ ശമ്പളം മരണമാ. ഈ മരണത്തിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ എന്ന വാക്കുകൊണ്ട് നാം വിവക്ഷിക്കുന്നത്. ആ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യത്തിൽ അത് ഒന്നുകൂടെ രേഖപ്പെടുത്തുന്ന വായിച്ചാട്ട്. 20:14. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അത് അല്പം ഒന്ന് പഠിക്കണം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാം മരണം. ഇതിൽ നിന്നുള്ള വിടുതലാണ് ഇന്ന് രാത്രി ഞാൻ വിസ്തരിക്കുന്ന രക്ഷ. കേവലം കേട്ടു പോകല്ലേ. ബില്ലി ഗ്രഹാം കോട്ടയത്ത് വന്ന് പ്രസംഗിച്ചപ്പോൾ അന്നത്തെ ഗായക സംഘത്തിൽ തബലിസ്റ്റായിട്ട് കയറിയത് ഞാനാ. ഒന്നുകൂടെ എടുത്ത് പറയട്ടെ, അഹങ്കാരം പറയുകയല്ല, ഡിവോഷണൽ ഫീൽഡിലെ ആദ്യത്തെ തബലിസ്റ്റ് ഞാനാ. അതുവരെ തമ്പാറും ഇട്ട് കൊട്ടിക്കൊണ്ട് നടന്ന നമ്മുടെ പുള്ളികളുടെ മുമ്പിൽ ഈ ഹാർമോണിയവും തബലയൊക്കെ വായിച്ച് ആദ്യത്തെ പാട്ടുകൾ പാടിയവരിൽ ആ ഗ്രൂപ്പിലെ ഒരുത്തന് ഞാനും. ഇപ്പോൾ വയസ്സ് 75. അപ്പോൾ പഴയ പുള്ളികളിൽ ഒരാളാ. അന്ന് ബില്ലി ഗ്രഹാം പ്രസംഗിച്ചതും രക്ഷയെക്കുറിച്ചാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. മുടിയനായ പുത്രൻ്റെ മടങ്ങിവരവിനെ കുറിച്ചൊക്കെ താൻ വിസ്തരിച്ചു.
ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് എന്നാലും രക്ഷ എന്ന ഈ വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. ക്രിസ്തുവിനെ എവിടെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അത് രക്ഷയെക്കുറിച്ചായിരിക്കും പ്രസംഗിക്കുന്നത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. എന്താ സുവിശേഷം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അതിന് ഉത്തരം പറയാൻ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, അതാ സുവിശേഷം. യേശു ക്രിസ്തുവിനെ ഉദ്ഘോഷിക്കുന്നതാണ്, യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നതാണ് സുവിശേഷം. അതെല്ലാ ഭാഷകളിലുമുണ്ട്. എവിടെങ്കിലും ചെന്നിട്ടില്ലെങ്കിൽ അവിടെയും കടത്തി വിടുവാനായി ആളുകൾ തയ്യാറായി റെഡിയായി നിൽക്കുകയാ. നിങ്ങൾ പലർക്കും അറിയത്തില്ല, ബൈബിള് കയറ്റരുതെന്ന് പറഞ്ഞ ഇടത്ത് കള്ളക്കടത്ത് നടത്തിയ പാർട്ടികൾ അംഗങ്ങൾ കയറ്റി വിട്ടെന്നേ. പ്ലാസ്റ്റിക്കിനകത്ത് ബൈബിള് കയറ്റി പൊതിഞ്ഞ് റെഡിയാക്കി കപ്പലിൽ കയറ്റിക്കൊണ്ടുവന്ന് തട്ടിയച്ചു പോകുന്ന വർഗമാണ് ഞങ്ങൾ. മീൻപിടുത്തക്കാർ മീൻ പിടിച്ചപ്പോൾ ഇത് കൈ കിട്ടി അവരുടെ ഭാഷയിലുള്ള പുസ്തകം എടുത്ത് തുറന്ന് നോക്കിയപ്പോൾ ബൈബിളാ. അങ്ങനെയൊക്കെയാണ് പലയിടങ്ങളിൽ ബൈബിൾ ഞങ്ങൾ കടത്തിയത്. ഇന്നെല്ലാ ഇടങ്ങളിലും ഇത് കൊണ്ടു ചെല്ലാം, ഒരു പ്രശ്നവുമില്ല. പണ്ട് സൗദി അറേബ്യയിൽ ഇതുകൊണ്ട് പോയതിന് അടി വാങ്ങിച്ച് ജയിലിൽ കിടന്ന പുള്ളികളുണ്ട്. ഒരിക്കൽ യുദ്ധസമയത്ത് അമേരിക്കക്കാരെ വിളിച്ച് സഹായിക്കണം. അവർ പറഞ്ഞു ഞങ്ങൾ വരും, പക്ഷെ ബൈബിൾ കൊണ്ടേ വരുത്തുള്ളെന്ന് പറഞ്ഞു. അയ്യോ കൊണ്ടുപോരാൻ പറഞ്ഞു. അങ്ങനെ ആയിരക്കണക്കിന് ബൈബിൾ അവിടെ കടത്തുവാനുള്ള സൗകര്യം കിട്ടി. ഈ ബൈബിളിലെ പ്രധാന വിഷയമാണ് ക്രിസ്തു. ക്രിസ്തുവിനെക്കുറിച്ച് വിളിച്ചു പറയുന്ന സദ്വാർത്തമാണ് സുവിശേഷം. അതുമൂലം ലഭിക്കുന്ന ശ്രേഷ്ഠമായ പദവിയാണ് രക്ഷ. മാനവജാതിക്ക് വേണ്ടി കാൽവറിയുടെ കുലമരത്തിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് മാനവജാതിയുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി രക്തമൂറ്റി, അവസാനത്തെ തുള്ളി രക്തമൂറ്റി നമ്മുടെ പാപപരിഹാരം നടത്തിയ നമ്മുടെ കർത്താവ്, അവനെ ഏറ്റെടുക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് സാക്ഷാൽ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ചിലർ വിചാരിക്കുന്ന ലോട്ടറി കിട്ടിയ ഭാഗ്യം. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് 40,000 രൂപ ഉള്ള കാലത്ത്, അന്ന് ലക്ഷങ്ങളൊന്നുമില്ല, 40,000 രൂപ, അടൂരിൽ ഒരു കാപ്പിക്കട നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യനെ 40,000 രൂപ അടിച്ചു. ഉയ്യോ, അവന് 40,000 രൂപ കിട്ടിയത് അവൻ ചിരിക്കാൻ തുടങ്ങി. അവൻ ചിരിച്ച് 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 കൈ അടിച്ച് ചിരിച്ചു, കൈ ഞെരിച്ച് ചിരിച്ചു. വന്നവരോടൊന്നും ഒന്നും പറയാൻ വയ്യാതെ അവരങ്ങ് ചിരിക്കുക. ചിരിച്ച് 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 താഴെ വീണ് അവൻ ചത്തുപോയി. ആ സ്ഥലത്തിന് ഇന്നും പേര് പറയും 40,000 പടിയെന്നാണ്. ഗുണം വരാൻ ആരാണ്ടെങ്ങാണ്ട് പേപ്പറിൽ അച്ചടിച്ചു. ആ കിട്ടിയ നമ്പർ എവൻ്റേതായിരുന്നു. ആസ്വദിക്കാനുള്ള കഴിവുണ്ടായില്ല. ദൈവം നൽകുന്ന നന്മകൾ ആസ്വദിക്കുവാനും, ഒത്തിരിയൊന്നും ആഗ്രഹമില്ലെന്നേ, ഉള്ള നന്മകൾ ആസ്വദിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഭാഗ്യം കിട്ടുന്നതാണ് ജീവിതത്തിലെ ശ്രേഷ്ഠത. ഹല്ലേലൂയ. എനിക്കിത്രയും ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു വക കഴിക്കാതെ എത്രയോ പേര് കിടക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ ചെങ്ങന്നൂരിൽ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങേ ഭാഗത്ത് ഒരു ചെറിയ വഴിയുണ്ട്. അവിടെ ഒരിക്കൽ ഒരു സ്ത്രീ മരിച്ചു കിടന്നു. ഭിക്ഷക്കാരിയാണ്, മരിച്ചു കിടന്നു. അവളെ പരിശോധിക്കാൻ വന്ന പോലീസ് കണ്ടെടുത്തത് ഒരു ബാഗ് നിറച്ച് കാശ. അന്നത്തെ കാലത്ത് എണ്ണി നോക്കിയപ്പോൾ ഏതാണ്ട് 50,000-ലധികം ഇന്ന് രാത്രി നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. രക്ഷ എന്ന് പറയുമ്പോൾ രോഗശാന്തി അല്ല. പലർക്കും ഇത് തമ്മിലുള്ള തിരിച്ചറിവില്ല. രക്ഷിക്കപ്പെട്ടാന്നോ, പിന്നെ എനിക്ക് വയറ്റുവേദനയായിരുന്നു, അപ്പോൾ അതിന് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു. ഇവിടെ വയറ്റുവേദനയല്ല, നിൻ്റെ മന്തുകാല് മാറിയാലും രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടുന്നതിന് ചേറെ വ്യത്യാസമാണ് പരിപാടി. അതെന്താണെന്നാണ് പറയാൻ പോണത്. ഏതെങ്കിലും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് അവിടെ ചെന്ന് തീർത്ഥജലത്തിൽ മുങ്ങിപ്പൊങ്ങിയാൽ രക്ഷയാകത്തില്ല. അത് നിൻ്റെ ശരീരം ഒന്ന് തണുക്കാനൊക്കെ നല്ലതാണ്. രക്ഷ ഈ പറഞ്ഞതൊന്നുമല്ല.
പുണ്യസ്ഥല സന്ദർശനമല്ല, ഏതെങ്കിലും സ്ഥലത്ത് പോയി രോഗശാന്തി പ്രാപിക്കുന്നതല്ല. പിന്നെ പാപലോകത്തിൽ പാപിയുടെ മകനായി പാപിയുടെ സന്തതിയായി ജനിച്ച നമ്മെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ പരലോകത്തിൽ നിറങ്ങി വന്ന പരിശുദ്ധനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, അവൻ്റെ പാപമില്ലാത്ത രക്തം, നിഷ്കളങ്ക രക്തം, നിർദോഷ രക്തം, പുണ്യാഹ രക്തം മാനവജാതിയുടെ പാപത്തിന് പരിഹാരത്തിനു വേണ്ടി ഊറ്റിത്തന്നു. അത് എൻ്റെയും പാപത്തിന് പരിഹാരത്തിനായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റെടുത്ത് ജീവിക്കുന്നതാണ് സാക്ഷാൽ നാം ഉദ്ദേശിക്കുന്നതായ രക്ഷ. എനിക്ക് കൂടെ ഇതിനെക്കുറിച്ച് പാടിയാൽ കൊള്ളാവുന്നൊക്കെ ഉണ്ട്. കാരണം ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ പ്രസംഗം തുടങ്ങിയ കാലം മുതലേ ഈ പാട്ടും കൊട്ടും മേളമൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. പിന്നെ ഇവിടെ ഉള്ള ഞങ്ങളുടെ പുള്ളികളെ ആദ്യമായി ഞങ്ങൾ ഒരുമിച്ച് കാണുന്നത്. അപ്പം ഞാൻ പാടി വരുമ്പോഴത്തേക്ക് അവർ എൻ്റെ ഒരു വരി തീരാറാവുമ്പോഴായിരിക്കും അവർ തയ്യാറായി വരുന്നത്. കുറ്റമല്ല, ആദ്യമായതുകൊണ്ടാണ്. ഞാൻ ജന്മനാ ഭാവിയാണ്. കാരണം പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. 51-ാം സങ്കീർത്തനം ഒന്നെടുത്താട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഓരോ സങ്കീർത്തനത്തിൻ്റെ ഓരോ ഭാഗം കൂടെ വായിക്കണമല്ലോ. 51-ാം സങ്കീർത്തനം 5-ാമത് വാക്യം. ഒരു കാര്യം ചെയ്യാമോ, ഇനി വരാമോ? ഞാനിരുന്ന കസേര തരാം. ബാ, ഇവിടെ വന്നിരുന്ന് വായിക്കണം. പറഞ്ഞാൽ കേട്ടോന്ന്. ഇനി എഴുന്നേറ്റ് വാ. കയ്യും കാലും ഒന്നും ഇല്ലയോ? അല്ല പിന്നെ എഴുന്നേക്കാൻ ഇത്ര മടി? സാറ് പിള്ളേരെ അടിക്കാൻ വിളിക്കുന്ന പോലെ. അതുകൊണ്ട് ഇവിടെ ഇട്ടിരുന്നു. അതുകൊണ്ട് അങ്ങേ അറ്റം വരുന്നാലും മതി. അവിടെ ഒരു കസേര ഒഴിഞ്ഞു കിടക്കും, നിങ്ങൾക്ക് വേണ്ടി ഇട്ടേക്കുക. വായിരൊന്നോടെ 51-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത് വാക്യം. പാപത്തിൽ എൻ്റെ അമ്മ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. എല്ലാ മനുഷ്യർക്കും ഐമേനി മുതൽ തിരുമേനി വരെയുള്ള സകല പുള്ളികളും പറയണം, ഞാൻ പാപത്തിൽ ഉരുവായതാ. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ആമേൻ. അതിനോട് ചേർന്ന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 34-ാമത് വാക്യം. 9:34. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 34-ാമത് വാക്യം. ഈ എടുത്ത വല്യപ്പനങ്ങ് വായിരേ. അതുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് വായിക്കാനേ. കണ്ടോ, വായിക്കങ്ങ് കൊടുത്തു പോയോണ്ട് അങ്ങനെ വായിക്കത്തുള്ളൂ. 9:34. അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ. പറയുന്നത് കേട്ടാ തോന്നും ഇവനല്ലാതെ പിറന്നതാണെന്ന്. സകല മനുഷ്യരും ഒരുവനിൽ നിന്ന് പുറപ്പെട്ടു വന്നതാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം കൊണ്ട് നടക്കുന്ന ഈ ബൈബിള് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും അതിന് രേഖ ചമയ്ക്കാനില്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിൻ്റെ 26-ാമത് വാക്യം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 26-ാമത് വാക്യം. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ, അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. ആമേൻ. ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. അവരുടെ നിവാസത്തിന് മതി. എല്ലാവരും ഒരുത്തനിൽ നിന്നുണ്ടായതാണ്. 1-2 തെളിവ് ഞാൻ പറയാം.
എല്ലാവരുടെയും ശരീര ഊഷ്മാവ് ഒന്നാണ്. സായിപ്പിനെ നോക്കിയാലും കൃത്യമാണ്. ആദിവാസികളെ കക്ഷത്ത് ഈ മീറ്റർ വെച്ച് നോക്കിയാലും കൃത്യ അളവാണ്. അല്ല, സായിപ്പിന് ഇച്ചിരി കൂടിയ അളവും ആദിവാസിക്ക് കുറഞ്ഞ അളവും ഇല്ല, അങ്ങനല്ല. സകല മനുഷ്യർക്കും ഒരേ ഫാരൻഹീറ്റാണ്. 2, ഏത് മനുഷ്യനും അവൻ്റെ വർജ്യത്തിന് വാടയാണ്. അല്ല, സായിപ്പിന് മണവും ബാക്കിയുള്ളവർക്ക് വാട അങ്ങനെയില്ല. എല്ലാവരുടെയും വർജ്യത്തിന് വാടയാണ്. 3, ആണും പെണ്ണും കൂടെ ചേർന്നാൽ ഏത് വർഗമായാലും സന്തതി ഉണ്ടാകും. അത് കറുത്തവനും വെളുത്തവളും കൂടെ ചേർന്നാലും ഉണ്ടാകും, വെളുത്തവർ തമ്മിൽ ചേർന്നാലും ഉണ്ടാകും. ഇതിൻ്റെ എല്ലാ അർത്ഥം നാം എല്ലാം ഒരുവനിൽ നിന്ന് ഉരുവായി വന്നവരാണെന്ന്. ആർക്കും വ്യത്യാസമില്ല. തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ വായിക്കുന്നു. ഞാനിത് വായിപ്പിക്കുന്നത് പുറത്ത് നിൽക്കുന്നവരോട് കേൾക്കാനാണ്. ആ ആയുസ്സിൽ ഇത് കേട്ടിട്ടില്ലാത്തവർ വെളിയിലൊക്കെ വന്ന് നിൽപ്പുണ്ട്. അവരിങ്ങോട്ട് വന്നിരിക്കുന്നു വിളിച്ചാലൊന്നും നടക്കത്തില്ല. കാരണം ഒരു ബീഡിയൊക്കെ വലിക്കണം. അത് അവിടെ നിന്നെങ്കിലും ഒക്കത്തുള്ളൂ. അവിടെ നിന്ന് വലിച്ചോ, ഇത് കേട്ടോണ്ട് വലിച്ചോ. വായിച്ചേ. നീതിമാൻ ആരുമില്ല, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഒറ്റ ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ആ ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. ആ എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. പിന്നെ നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. മതി. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും ഒരുപോലെ ദൈവ തേജസ്സില്ലാത്തവരായി, എല്ലാവരും ഒരുപോലെ പാപികളായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വ്യാപരിച്ചു. നമുക്ക് റോമാലേഖനത്തിൽ ആ ഭാഗം വായിക്കുവാൻ കഴിയുന്നുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യം. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണ സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു. മതി. പാപം സകല മനുഷ്യരിലും പകർന്നു. എല്ലാവരും ഒരുവനിൽ നിന്ന് ജനിച്ചവരാണ്. ഏക മനുഷ്യനിൽ നിന്ന് ജനിച്ചവരിലെല്ലാം പാപം അവരുടെ ജന്മാവകാശമായിരിക്കുകയാണ്. ചിലപ്പോൾ 1 സെന്റ് ഭൂമി ഇല്ലാത്തവർ കാണും, എന്നാലും പാപമുണ്ട്. ഒത്തിരി ഏക്കറുകൾ ഉള്ളവർ കാണും, നീയും പാപിയാണെന്ന് ഓർത്തോണം. ആരൊക്കെ എത്രയൊക്കെ സമ്പാദിച്ചാലും മരിച്ചു കഴിഞ്ഞാൽ 6 അടി മണ്ണേ നിനക്ക് സ്വന്തം. അത് കഴിഞ്ഞാൽ പിറ്റേ വർഷം അതേ സമയമാകുമ്പോൾ കാപ്പി കുടിക്കാനായിട്ടൊരു പരിപാടി വെച്ചിട്ടുണ്ട്, ഓർമ്മ. അധികം നാളില്ല ഓർമ്മ. ആ തലമുറ കഴിയുമ്പോൾ പിന്നെ ഓർമ്മയുമില്ല, ഒരു ചുക്കുമില്ല. ജീവിച്ചിരിക്കുന്നവർ ഇതറിയണം. ഞാൻ പാപിയായി പിറന്നവനാണ്, പാപലോകത്തിൽ ജനിച്ചവനാണ്, പാപിയുടെ മകനായി ജനിച്ചവനാണ്. ഹൈന്ദവ വേദം പഠിപ്പിക്കുന്നത് പാപി അല്ലാതൊരു നരനില്ല ഭൂതലേ, കോപശീലം ശിശുവിങ്കലും ഉണ്ടല്ലോ. എല്ലാവരും പാപികളായി ലോകത്തിൽ അവതരിച്ചവരാണ്. പാപത്തിൽ നിന്ന് വിടിവിപ്പാൻ ഏക മനുഷ്യരിൽ നിന്ന് പാപികൾ ഉളവായപ്പോൾ ആ പാപികളെ ഏക മനുഷ്യൻ മുഖാന്തരം പാപത്തിന് പരിഹാരം കൊടുക്കുവാൻ ദൈവം ഒരുക്കിയ പദ്ധതിയാണ് രക്ഷാപദ്ധതി. ഹല്ലേലൂയ. ഏക മനുഷ്യനാൽ പാപം, ആ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തു ഏകൻ ഈ ലോകത്തിലേക്ക് അവതരിച്ചു. ഈ കഴിഞ്ഞ 2-3-4 ദിവസങ്ങളൊക്കെ നമ്മൾ ഈ അവതാരമെല്ലാം കണ്ടുകൊണ്ടിരിക്കുക.
അയ്യോ, എൻ്റെ വീട്ടിലും വന്നിട്ട് കൊട്ടി. ഞാൻ അനങ്ങിയില്ല. കാരണം ഇറങ്ങി ചെന്നിട്ട് വേണ്ടേ ഇവന്മാരുടെ ബഹളം കാണാൻ. അങ്ങോട്ട് പോയപ്പോൾ കൊട്ടി, ഒത്തിരി നേരം ഇരുന്ന് കൊട്ടി. ഞാൻ മിണ്ടിയില്ല. ഞാൻ അതിന് പുറത്ത് കിടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോഴും 5-6 കൊട്ടി. ഞാൻ വിചാരിച്ചു മുമ്പേ കൊട്ടിയതിൻ്റെ ബാക്കിയായി ഇപ്പം ഈ കൊട്ടുന്നു. എന്തുവാടാ കൊട്ടുന്നത്? ഉണ്ണി പറഞ്ഞേ, ഉണ്ണി പറഞ്ഞേ, ഉണ്ണി പറഞ്ഞേ. അനി ഞാനെന്താ വേണം? ഞാനെന്താ വേണം? നിനക്കിത് വിശ്വാസമാണോ? അല്ല. പിന്നെ നീ എന്തിനാ ഇതുകൊണ്ട് ഇറങ്ങിയത്? കാശ് വാങ്ങിക്കാൻ. അതെന്തിനാ? നാളത്തേക്കുള്ളത് കരുതി വെക്കുക. നാളെ വൈകിട്ട് ഇറങ്ങണമെങ്കിൽ ഇന്ന് വൈകിട്ട് കിട്ടിയേ കൊണ്ട് സ്വല്പം അടിച്ചിട്ടേ നാളെ വൈകിട്ട് സുവിശേഷം കൊണ്ട് ഇറങ്ങാനൊക്കത്തുള്ളൂ. ഉണ്ണി പറഞ്ഞേ, ഉണ്ണി പറഞ്ഞേ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുന്നത്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ തക്കവണ്ണം യോഗ്യമായ വചനവും തന്നെ. യേശു ക്രിസ്തു ആമേൻ ഈ ലോകത്തിൽ രക്ഷിതാവായി പിറന്നു എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. അത് ഈ കാലങ്ങളിൽ ഞാൻ നോക്കുമ്പോൾ സുവിശേഷകരായ ഞങ്ങൾ പലയിടങ്ങളിൽ നിന്ന് പറഞ്ഞു ഊപ്പാട് വന്നു. ഇതെൻ്റെ പ്രസംഗത്തിൻ്റെ 55ാമത് വർഷമാണ്. കഴിഞ്ഞ 55 വർഷം പ്രസംഗിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഇതൊന്നും അറിയാതെ കിടന്ന പുള്ളികൾ ഇപ്പോൾ സുവിശേഷകന്മാരായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു ഹിന്ദു പറയുക, ഞാൻ ഈ ബൈബിൾ വായിച്ചപ്പോൾ രോമാഞ്ചം കൊള്ളുന്നെന്ന്. കാരണം ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധമൊക്കെ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഈ യെശയ്യാ പ്രവചനത്തിലും യിരെമ്യാ പ്രവചനത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നെന്ന്. നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. നമുക്കാകെ അറിയാവുന്ന പാളത്തമ്പാറടിച്ച് ഉണ്ണി പറഞ്ഞതെന്ന് പറയാനേ അറിയത്തുള്ളൂ. ആമ്പിള്ളേർ വായിച്ചിട്ട് അവർ വിളിച്ചു പറയുക, യേശു ക്രിസ്തുവിൻ്റെ ജനനം ശ്രേഷ്ഠമായിരുന്നു. അത് കേവലമല്ല, മാനവജാതിയുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ക്രിസ്തു യേശു ലോകത്തിലേക്ക് ജനിച്ചത്. ആമേൻ. ഇങ്ങനെ പാപിയായി പിറന്നവന് എങ്ങനെ രക്ഷപ്രാപിക്കാനൊക്കും എന്നുള്ള കാര്യമാണ് ഇനി പറയുവാനായി തുടങ്ങുന്നത്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാം. ഒരുത്തൻ പാപിയായി പിറന്നു എന്ന് ജീവിതത്തിൽ കുറച്ചു നാൾ കഴിഞ്ഞ് അവൻ പ്രായപൂർത്തിയായി പാപം ചെയ്തുമ്പോൾ അല്ല അറിയുന്നത്. ഒരു മൂർഖൻ മുട്ട വിരിഞ്ഞ് പുറത്തു വരുമ്പോൾ അത് മൂക്കം കുഞ്ഞാ. അല്ല, അതിനെ ആരെങ്കിലും ഒന്ന് തൊട്ട് കളിപ്പിച്ച് അതൊന്ന് കൊത്തി ഇവൻ ചത്തു കഴിയുമ്പോഴല്ല ഇത് മൂക്കനാകുന്നത്. ഇവൻ മൂക്കം കുഞ്ഞാ, ജനനാലേ മൂക്കം കുഞ്ഞാ. ഇതുപോലെ ഞാനും നിങ്ങളും പാപികളായി പിറന്നവരാ. ഈ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ യേശു ക്രിസ്തു ലോകത്തിലേക്ക് അവതരിച്ചു. അതുകൊണ്ടാണ് നാം പാടുന്നത്, എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമം, എല്ലാവരും കൈയടിച്ച് പാട്. മേലായ നാമം, ഭക്തജനം ആ എല്ലാ മുഴങ്കാലും വടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള യേശുനാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. നാമം അതിശയനാമം, ഏഴയനിക്കിമ്പനാമം. ഓ പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം, പാപപരിഹാരാർത്ഥം പാതകരെ തേടി
പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനമാം പുണ്യനാമം ഓ ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുംബനാമം ആമേൻ ശ്രീയേശു നാമം അതിശയനാമം ഏഴയനിക്കുംബനാമം. നമ്മുടെ കർത്താവ് പാപത്തിന് പരിഹാരം തരുവാൻ പരമോന്നതങ്ങൾ നീ പാരടത്തിലേക്ക് അവതരിച്ച പരിശുദ്ധനാണ് ക്രിസ്തു. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണെന്നാണ് നമ്മൾ പഠിച്ചു വന്നത്. പാപിയായി പിറന്ന മനുഷ്യൻ സകല ലോകത്തിലുമുള്ള സകലരും പാപികളായി ജനിക്കവേ ഈ പാപത്തിൽ നിന്നുള്ള വിടുതൽ എങ്ങനെ ലഭ്യമാകും? ഒറ്റ ഉത്തരമേ ഉള്ളതിന്, ദൈവമൊരുക്കിയ വഴിയെ ലഭിക്കും. എന്താ ദൈവമൊരുക്കിയ വഴി? യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 6-ാമത് വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് വിളിച്ചു പറയുന്ന വാക്ക് ശ്രദ്ധിച്ചാട്ടെ. ലോകമെമ്പാടും ഈ വാർത്ത പരത്തണം, അതാണ് സുവിശേഷം. വായിച്ചാട്ടെ. യോഹന്നാൻ 14:6. യേശു അവനോട്, ആ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഈ വാക്ക് വിളിച്ചു പറയുവാൻ നസറേയനായ യേശു അല്ലാതെ ലോകത്തിലാരും പിറന്നില്ല. ഞാനാ വഴി, ഞാനാ സത്യം, ഞാനാണ് ദൈവത്തിങ്കിലേക്കുള്ള വഴി എന്ന് വിളിച്ചു പറയുവാൻ ഓരോരുവനെ ലോകത്തിൽ ജനിച്ചുള്ളൂ. അതാണ് ഞങ്ങൾ ആരാധിക്കുന്ന നസറേയനായ യേശു. ഒരിക്കൽ ഒരു കുറ്റവാളിയെ പിടിക്കേണ്ടതിന് വേണ്ടി 3 നില കെട്ടിടത്തിന് ചുറ്റും പോലീസ് നിരന്നു. ആ കെട്ടിടം വളഞ്ഞു. വിവിധ തരത്തിൽ ഇവൻ ഒരു വിധത്തിലും ചാടിപ്പോകാതിരിക്കേണ്ടതിന് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. താഴോട്ടിറങ്ങി അല്ലാതെ ഒരു നിർവാഹവുമില്ല. ഇവൻ താഴെ വരും, ഇവനെ പിടിക്കും എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നോക്കി നിൽക്കവേ ആരുടെയോ ഭാഗ്യത്തിന് എന്തോ എങ്ങനെയോ ഇവൻ 3-ാമത്തെ നില കയറിയപ്പോൾ അവിടുന്ന് അടുത്ത മലയുടെ മുകളിലേക്ക് ഒരു റോപ്പ് വേ വലിച്ചു കെട്ടിരിക്കുന്ന എന്തോ ആവശ്യത്തിന് വേണ്ടി ചെയ്ത തക്ക സമയത്ത് ഇതവൻ ഉതകി. അവൻ അതേ പിടിച്ച് തൂങ്ങി. ഈ ചുറ്റുപാട് നിന്ന് താഴെ നിന്ന പുള്ളികൾ നോക്കി നിൽക്കവേ റോപ്പ് വേയിൽ കൂടെ അപ്പുറം ചാടി അവനവൻ്റെ പാട്ടിന് പോയി. ഇതുപോലെ ദൈവം ഒരുക്കിയ ഒരേ വഴി പാപിക്ക് രക്ഷപ്പെടാൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ കാൽവരയുടെ കുലമരത്തിൽ 2 കള്ളന്മാരുടെ മധ്യേ തിരുനിണമൂറ്റി മരിച്ച നസ്രയനായ യേശു അര പൈസ ചെലവില്ലാതെ ഒറ്റ വാക്കുകൊണ്ട് കാര്യം നടക്കും. കർത്താവേ, നീ എനിക്ക് വേണ്ടിയും കൂടിയാണ് മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങേ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഏറ്റെടുക്കുന്നു എന്നാര് ഹൃദയംഗമായി കർത്താവിനെ നോക്കി വിളിച്ചു പറയുന്നവോ അവനെ രക്ഷിക്കുവാൻ ക്രിസ്തു അവൻ്റെ രക്തം ഊറ്റി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ പ്രവേശിക്കുന്നില്ല. സൽപ്രവർത്തികളാലും സൽക്കർമ്മങ്ങളാലും ആരും ദൈവരാജ്യത്തിൽ പോകത്തില്ല. ആരും ഇട്ടതിന് മെനക്കെടുകയും വേണ്ട. മരണ വീട്ടിൽ ചെല്ലുമ്പോഴാണ് പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ പലർക്കും വരുന്നത്. അവിടെ ചെല്ലുമ്പോൾ അയ്യോ ഇന്നാരും മരിച്ചു പോയി എന്നാണ് പറയുന്നത്. എവിടെ പോയി എന്ന് ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. ചോദിക്കണം. നീ എന്തോ ഇപ്പോൾ പറഞ്ഞത്? ചാക്കോച്ചൻ മരിച്ചു പോയി. എങ്ങോട്ടാ പോയത്? ആ ചോദ്യത്തിന് മുമ്പിൽ അനങ്ങാതെ നിൽക്കാനേ ഒക്കുള്ളൂ. എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല. എല്ലാവരും ഇങ്ങനെയല്ലേ പറയുന്നത്, മരിച്ചു പോയി. ഞങ്ങളോട് ചോദ്യര് മരിച്ചു കഴിഞ്ഞാൽ പോയി എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോയെന്ന് ഞങ്ങൾക്ക് പറയാനൊരു സ്ഥലമുണ്ട്. ഹല്ലേലൂയ! ദൈവം തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ശ്രേഷ്ഠമായ പദവി. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ
അവൻ്റെ പാപത്തിൻ്റെ പരിഹാരവും ദൈവരാജ്യ പ്രവേശനത്തിനും ഇന്നതിന്നത് ചെയ്യണമെന്ന് ഒരൊറ്റ മതവും ഇന്ന് വരെ പഠിപ്പിച്ചില്ല. മതത്തിന് ഇതൊന്നും പറയാനുള്ള കഴിവുമില്ല. സൽപ്രവർത്തികളാൽ ആരും ദൈവരാജ്യ പ്രവേശനത്തിൽ കയറുകയുമില്ല. ഒരിക്കലേ വെല്ലിംഗ്ടൺ പ്രഭു ഇംഗ്ലണ്ടിൻ്റെ ഭരണാധിപനായിരുന്ന കാലത്ത് ബുള്ളറ്റ് പ്രൂഫ് കോട്ട് വിൽക്കുന്ന ഒരുത്തൻ അവിടെ ചെന്നു. അദ്ദേഹത്തെ വണങ്ങി, എന്താ വന്നത്? നമ്മുടെ പട്ടാളക്കാർക്ക് കൊടുക്കാൻ ബുള്ളറ്റ് പ്രൂഫ് ഞാൻ തയ്യാറാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്, കോട്ട്. നമ്മുടെ പട്ടാളക്കാർക്കെല്ലാം ഇതിട്ടാൽ വെടിവെച്ചാൽ ഒരു വിധത്തിലും കുഴപ്പമുണ്ടാകത്തില്ല. അതിനാണ് ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. എങ്ങനെ പറയുന്നത്? ബൾബോ? ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെടിവെച്ചാൽ കയറത്തില്ല. വെല്ലിംഗ്ടൺ പ്രഭുവിന് വളരെ സന്തോഷമായി. എത്ര എണ്ണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് 1-2 എണ്ണം ഇപ്പോൾ കൊണ്ടുവന്നുള്ള ആവശ്യത്തിന് ഞാൻ എൻ്റെ കമ്പനിയിൽ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങ് ഓർഡർ തന്നാൽ ഞാൻ അത്രയും സാധനം ഇവിടെ കൊണ്ട് എത്തിക്കാമെന്ന് പറഞ്ഞു. അതൊന്ന് ഇട്ടേ ഞാനൊന്ന് കാണട്ടെന്ന് പറഞ്ഞു. ഇവൻ പെട്ടെന്നൊന്നിട്ട് അതെല്ലാം ഇട്ട് നല്ല റെഡിയായി നിന്ന് കാണിച്ചു. അപ്പോൾ വെല്ലിംഗ്ടൺ പ്രഭു പറഞ്ഞു, ഒരു തോക്കിഞ്ഞെടുത്തുണ്ടെന്ന് ആദ്യം അവനെ തന്നെ നോക്കട്ടെന്ന്. അവൻ ജനലിൻ്റെ ഇപ്പുറത്തും എടുത്ത് വിളിച്ചാടി എങ്ങോട്ടാ പോയെന്ന് ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. ഓരോരുത്തർ വിരൽ ചൂണ്ട്, അതാണ്ട് ഇന്നടത്തൂടെ പോയാൽ രക്ഷ പ്രാപിക്കാം. നീയോ? ഞാൻ പണ്ട് പറയുന്ന ഈ നമ്മളെ മാവേലിക്കര എന്ന് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ കരിപ്പുഴയും കഴിഞ്ഞ് മുട്ടമുക്ക് എന്ന് പറഞ്ഞൊരു മുക്കുണ്ട്, മുട്ടമുക്ക്. അവിടെ കഴിയുമ്പം ചൂണ്ടുപല ജംഗ്ഷൻ കൊണ്ടൊരു ചെറിയ ജംഗ്ഷനുണ്ട്, ചൂണ്ടുപലകമുക്ക്. എന്തിനാ ആ ജംഗ്ഷൻ ആ പേര് വന്നത്? ഉത്തരം, ഈ ചൂണ്ടുപലക അവിടെ നിന്നുകൊണ്ട് പള്ളിപ്പാട്ടേക്ക് ആളുകളെ അയച്ചുകൊണ്ടിരിക്കുക. വരുന്നവർക്കെല്ലാം ഈ ചൂണ്ടുപലക ഇങ്ങനെ കാണിക്കും. ഇവിടുന്ന് 2.5 മൈൽ പോയാൽ, അന്ന് മൈലുള്ള കാലമാണ്, 2.5 മൈൽ പോയാൽ പള്ളിപ്പാട്ട് ചെല്ലാം. വന്നവരെല്ലാം ചൂണ്ടുപലകമുക്കിൽ നിന്ന് പള്ളിപ്പാട്ടേക്ക് പോകാൻ ഇതിൻ്റെ സഹായമുണ്ടായിരുന്നു. ആരോ പിള്ളേരൊരിക്കൽ ഇതിനെ പൊക്കിയെടുത്ത് കുരുക്കി മൈൽ മാറി കിലോമീറ്റർ വന്ന കാലത്ത് ഇതിനെ പടിഞ്ഞാറോട്ട് വെച്ചു. അന്ന് മുതൽ ഇത് വിളിച്ചു പറഞ്ഞു, നിങ്ങളിതിലെ പടിഞ്ഞാറോട്ട് പോയാൽ പള്ളിപ്പാട്ടിയല്ല വന്നു. ഇത് മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കിയ ആളുകൾ ചിരിച്ചിട്ട് കടന്നുപോയി. ആണ്ട്രാ പടിഞ്ഞാട്ട് പോകാൻ പള്ളിപ്പാട്ട് ഏപ്രിൽ പൂളിൻ്റെ അന്ന് പിള്ളേരെല്ലാം കൂടി ഇത് കുലുക്കി കീഴോട്ട് വെച്ചു. അന്ന് മുതൽ ഇത് വിളിച്ചു പറഞ്ഞു, പള്ളിപ്പാട്ട് പോകണോ 2.5 മൈൽ കീഴോട്ട് പൊക്കോളാൻ. ഇതാ മതം. ആരെങ്ങനെ എഴുതി വെക്കുന്നത് അങ്ങനെ നിൽക്കുക. ഇതിനെക്കുറിച്ച് വല്ല അഭിപ്രായം പറയാനുണ്ടോ? നീ ഇതുവരെ പള്ളിപ്പായിട്ട് പോയിട്ടുണ്ടോ ചൂട്ടുപലകയെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ഇതുവരെയും പോയിട്ടില്ല, എന്നെ ആരും പള്ളിപ്പാട്ട് കൊണ്ടുപോയിട്ടുമില്ല. പള്ളിപ്പാട്ടൊരു ചന്തയുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനിതുവരെ കണ്ടിട്ടേ ഇല്ല. മതം രക്ഷയ്ക്ക് ഉപോത്ബലകമോ? ഉത്തരം, ഒരു മതത്തിനും രക്ഷ ചൂണ്ടിക്കാണിക്കാൻ നിവൃത്തിയില്ല. മതമല്ല മാർഗം. മാർഗവും മതവും രണ്ടും രണ്ടാണ്. എന്താണ് മതം? മതമെന്ന് പറയുന്നത് ദൈവാന്വേഷണ വഴിത്താരയിൽ തപം, ജപം, തന്ത്രം, മന്ത്രം എന്നിവയുടെ അകമ്പടിയിൽ മനുഷ്യ മസ്തിഷ്കം ചെന്നു ചേർന്ന ഉദ്ദേശങ്ങളുടെ സമാഹാരത്തിന് പറയുന്ന പേരാണ് മതം. മതം പലരെയും പലതും പഠിപ്പിച്ചു. കാവി ഉടുത്തുക, കണ്ണടച്ചുക, കൈകാലുകൾ നിവർത്തുക, ആടിവ, പാടിവ, ചാടിവ എന്നൊക്കെ പഠിപ്പിച്ചു. ഇതൊക്കെ ചെയ്തിട്ടും മോക്ഷപ്രാപ്തി പ്രാപിച്ചിട്ടില്ല. മതമല്ല മാർഗം. ഞങ്ങൾ വിളിച്ചു പറയുന്നത് മാർഗത്തെക്കുറിച്ചാണ്. എന്താ മാർഗം വിളിച്ചു പറയുന്നത്? ഇത് മനുഷ്യ മസ്തിഷ്കം ചെന്നു ചേർന്ന ഉദ്ദേശങ്ങളുടെ സമാഹാരമല്ല, പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ച തേജോമയനായ ദൈവം നിത്യതയിൽ തന്നെ ഈ മനുഷ്യൻ്റെ വിടുതലിന് വേണ്ടി തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ
മാനവജാതിക്ക് വേണ്ടി ഒരുക്കി നിർത്തിയിട്ട് വിളിച്ചു പറഞ്ഞ ശ്രേഷ്ഠമായ പദവിയാണ് മാർഗം. കണ്ടാലും ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ ചൂണ്ടിയാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന ദേശനിവാസികളെ, ക്രിസ്തു യേശുവിന് മരണത്തിലല്ലാതെ ദൈവരാജ പ്രവേശനത്തിന് യാതൊരു മാർഗവും ലോകത്തിലില്ല. മതമല്ല മാർഗം. മതം വിളിച്ചു പറഞ്ഞു, മനുഷ്യനോട് പറഞ്ഞു, നീ ഉടുത്തൊരുങ്ങി വരണം, എങ്കിലേ ദൈവത്തിന് നിന്നെ കണ്ടാൽ അറിയത്തുള്ളൂ. ചില മതം പറഞ്ഞു, നീ കറുപ്പെടുത്തു വരണം, കറുപ്പ്, നന്നായി കറുപ്പെടുത്തു വാ. അപ്പോൾ അടുത്ത മതം വിളിച്ച് പറഞ്ഞു, കറുത്ത ഉടുത്തു വെക്കത്തില്ല, പിന്നെ കാവി ഉടുത്തു വാ. കാവി ഉടുത്തുവാടേ. അടുത്ത മതം വിളിച്ച് പറഞ്ഞു, അതുകൊണ്ട് പറ്റത്തില്ല, പച്ച ഉടുത്തു വരണം, പച്ച. അപ്പോൾ മറ്റേ മതം വിളിച്ച് പറഞ്ഞു, ഞങ്ങളെ ഉള്ളികളെ വിളിച്ച് പറഞ്ഞു, ഇതൊന്നും പറ്റിയാലും, പിന്നെ വെള്ള ഇട്ടുകൊണ്ട് വാ, വെള്ള. മാർഗം പറഞ്ഞു, നീ എന്തോ ഇട്ടുകൊണ്ട് വരുന്നു എന്നുള്ളതല്ല വിഷയം, നിൻ്റെ ഉള്ള അവസ്ഥയിൽ ഇനി കയറി വാ. കുഞ്ഞാടിൻ്റെ രക്തത്താൽ നിൻ്റെ വസ്ത്രം അലക്കി വെളുപ്പിച്ച് പോകുന്ന മാർഗമാണ് സാക്ഷാൽ ക്രിസ്തീയ മാർഗം. നമുക്ക് പഴയ അമ്മച്ചിമാരും അപ്പച്ചന്മാരും പാടുന്നൊരു പാട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന അറിയത്തില്ല, ഇന്നത്തെ തലമുറയ്ക്ക് ഒട്ടും അറിയത്തില്ല. കുഞ്ഞാട്ടിൻ്റെ രക്തം തന്നിൽ തങ്ങളെങ്കെ നന്നായി വെളുപ്പിച്ച കൂട്ടരുവാർ. കുഞ്ഞാട്ടിൻ്റെ രക്തം ചേർന്നിടുമേ വേഗ ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടും നീപ്പാൻ. ചേർന്നിടുമേ വേഗ ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടും നീപ്പാൻ. ഓ കുഞ്ഞാട്ടിൻ്റെ രക്തം തന്നിൽ തങ്ങളെങ്കെ നന്നായി വെളുപ്പിച്ച കൂട്ട്. ഓരോ മതങ്ങൾ ഓരോന്ന് പഠിപ്പിച്ചു. ഉടുത്തൊരുങ്ങി 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 വർണ്ണം ചാർത്തി വാമോനെ വാമോനെ. അപ്പോൾ മാർഗം വിളിച്ചു പറഞ്ഞു, നിന്റെ ഉടുപ്പല്ല വിഷയം, നിന്റെ ഉള്ള അവസ്ഥയിൽ കയറി വാ. മാർഗം വിളിച്ചു പറഞ്ഞത്, മതം വിളിച്ചു പറഞ്ഞത്, ദൈവത്തിന് വല്ലതും കൊടുക്കാൻ നിന്റെ കയ്യിലുണ്ടോ എന്ന് പറഞ്ഞാൽ വിടുകയ്യന്മാരെ ആർക്കും വേണ്ട. തുറന്ന കൈ കൊണ്ട് പോകുന്ന ഒരുത്തനെയും ഒരു ദൈവത്തിനും വേണ്ട. നിന്റെ കൈ മുറുകെ പിടിച്ചോണ്ട് പോവാ. അപ്പം ഇതിനകത്തുള്ളത് ഇതിനകത്ത് ഇട്ടു പോകും. അതിന് ഓരോരുത്തരും ഓരോ ഇടങ്ങളിൽ ഇരുത്തിയിരിക്കുക ദൈവങ്ങളെ. അവിടെ എന്തോ ഇരിക്കുന്ന പാത്രം നീ കീഴോട്ട് ഇട്ടാൽ മതി. വിടുകയ്യന്മാരെ ഒരു മതത്തിനും വേണ്ട. എന്തെങ്കിലും കൊട പലരും പലതാ പഠിപ്പിക്കുന്നത്. അഷ്ടഗന്ധ ദുഷ്ടഗന്ധക്കെട് കാന്തകാരി ചന്ദനത്തിരി മുട്ട ചട്ടി കോഴി വറ മാവ് മലര് പൊരി തേങ്ങാക്കൊല എല്ലാം കൊണ്ടുപോവാ. അതെന്തിനാ? തമ്പുരാന് കൊടുക്കാൻ. കൊട എന്ന് മതം വിളിച്ചു പറഞ്ഞപ്പോൾ മാർഗം വിളിച്ചു പറഞ്ഞു, ഒന്നുമില്ലാത്തവനും കയറി വാ, കൈ നിറയെ നന്മയുമായി നിന്നെ വിട്ടയക്കും. അതാണ് യേശുവിൻ്റെ മാർഗം. ഹല്ലേലൂയ. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ തക്കവണ്ണം യോഗ്യമായ വചനവും തന്നെ. യേശു ക്രിസ്തു ഇവിടെ പിറന്നില്ല എന്ന് ആർക്കും പറയാനൊക്കത്തില്ല. ഇന്നാളൊരിക്കൽ ഒരുത്തൻ എന്നോട് പറഞ്ഞു യേശു പിറന്നില്ല എന്ന്. ഞാൻ ചോദിച്ചു, നീ പറഞ്ഞോ? അവൻ പറയുക, പിന്നെ ഞാൻ പറഞ്ഞില്ലയോ? ഞാൻ ചോദിച്ചു, എങ്ങനെ നിനക്ക് മനസ്സിലായി നീ പിറന്നെന്ന്?
അപ്പോൾ അവൻ പറയാം എൻ്റെ ജനന തീയതി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു നീ ഒന്ന് പറഞ്ഞേ. അപ്പോൾ അവൻ പറയാം 1958 ഒക്ടോബർ മാസം 23-ാം തീയതി. ഞാൻ പറഞ്ഞു അത് തന്നെയാടാ യേശുവിൻ്റെ ജനനത്തിൻ്റെ തെളിവ്. നീ ജനിച്ചത് AD 1958 ഒക്ടോബർ 23. AD എന്ന് പറയുമ്പോൾ അനോഡോമിനി കാലത്തെ രണ്ടായി തിരിച്ചുകൊണ്ട് BC എന്ന് AD എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ഇതിൻ്റെ നടുവിൽ വിരാജിക്കുന്ന ശ്രേഷ്ഠനാണ് ക്രിസ്തു. അവൻ ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അതിനുശേഷം 1958 വർഷങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ മാസം 23-ാം തീയതിയാണ് നിന്റെ അമ്മ തങ്കമ്മ നിന്നെ പെറ്റത് എന്നാ നീ എഴുതി വെച്ചത്. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ തക്കവണ്ണം യോഗ്യമായ വചനവും തന്നെ. ഈ ക്രിസ്തു യേശു മുഖാന്തരമാണ് പാപത്തിൽ നിന്നുള്ള വിടുതൽ ദൈവം മാനവജാതിക്ക് വേണ്ടി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിനെ അറിയാത്ത ആരും ലോകത്തിലുണ്ടായിരിക്കരുത് എന്നാ ദൈവത്തിൻ്റെ ഹിതം. അതിനു വേണ്ടിയിട്ടാണ് സുവിശേഷകന്മാരായ ഞങ്ങളെ പലയിടങ്ങളിലേക്ക് അയച്ചിരിക്കുക. ഇന്ന് പകലും ഞാൻ ഒരിടത്ത് നിൽക്കുമ്പോൾ വണ്ടിയും കൊണ്ടുവന്ന് അവിടെ നിന്ന് ബോക്സൊക്കെ വെച്ച് പാട്ടുപാടി ക്രിസ്തുവിനെ സാക്ഷിക്കുക. അത് അവിടുത്തെ മെയിൻ ആളുകളൊക്കെയാണ്. പലയിടങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഞങ്ങളുടെ സഹോദരിമാരുണ്ടല്ലോ, ചുമ്മാതെ കുടയും പിടിച്ച് വഴി നിന്നുകൊണ്ടൊക്കെ പ്രസംഗിക്കുകയാണെന്ന്. പ്രസംഗശാസ്ത്രം പഠിച്ചിട്ടൊന്നുമല്ല. അവർക്കറിയാം യേശുവിനെക്കുറിച്ച് വഴിയരികിൽ സാക്ഷിച്ചാൽ അക്കരെ ചെല്ലുമ്പോൾ അവർക്ക് നിത്യതയിൽ ദൈവം കൊടുക്കുന്ന പ്രതിഫലമുണ്ടെന്ന്. ഇനി എത്രയോ അല്പകാലത്തിനുള്ളിൽ വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ സത്യസുവിശേഷം ലോകത്തെമ്പാടും അറിയേണ്ടതിന് ഈ മലയാള നാട്ടിലും ആരെങ്കിലും അറിയാതെ നരകത്തിൽ പോകരുത്. അതിനുവേണ്ടി ഞങ്ങൾ ഉറക്കെ പ്രസ്താവിക്കുകയാണ്. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ, രക്ഷ ക്രിസ്തുവിൽ മാത്രമാ, മറ്റാരും രക്ഷിപ്പാനായി വന്ന യാതൊരു തെളിവുകളുമില്ല. മതം പഠിപ്പിച്ചു, വേഷഭൂഷണാദികളാൽ അലങ്കൃതരായി കയറി വാ. എന്നാൽ മാർഗം പഠിപ്പിച്ചു, നിന്റെ ഉള്ള അവസ്ഥയിൽ കടന്നു വാ, നിനക്ക് വേണ്ടി നല്ല വെള്ള നിലയെങ്കിൽ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ടെന്ന്. രക്ഷ പഠിപ്പിച്ചു, കർമ്മം ചെയ്യ്, കർമ്മം ചെയ്യ്, കർമ്മം ചെയ്യ്, എല്ലാം കർമ്മം ചെയ്യ്, കർമ്മം ചെയ്യ്. ഏത് കർമ്മം ചെയ്യണം? ഓരോരുത്തരും ഓരോ കർമ്മം ഉണ്ടാക്കി വച്ചേക്കുക. എന്നാൽ മാർഗം പഠിപ്പിച്ചത് കർമ്മം ചെയ്യുന്നല്ല, സകലവും നിവർത്തിയായി. മാനവജാതിയുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയുള്ള സകല കർമ്മങ്ങളും കാൽവറിയിൽ നിവർത്തിയാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു കാൽവറി മരക്കുരിശിൽ മാനവജാതിയുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി മരിച്ചു. അവസാനത്തെ തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഊറ്റി. അതാണ് സുവിശേഷത്തിൻ്റെ മർമ്മം. ഇന്ന് രാത്രി നാം ഇവിടെ ആയിരിക്കുന്നത് ഈ ക്രിസ്തു യേശുള്ള വിശ്വാസത്താൽ. രക്ഷ ആരില എന്ന ചോദ്യത്തിന് ഉത്തരം പറയുവാൻ നമ്മുടെ കയ്യിലുണ്ട്. അത് രക്ഷയ്ക്ക് വേണ്ടി ദൈവം ആരെ ഒരുക്കിയോ അവരില. പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഒരുവൻ പാപമില്ലാത്തവനായിരിക്കണം. പാപമില്ലാത്ത ഒരുവന് മാത്രമേ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ ഒക്കത്തുള്ളൂ. ചേറ്റിൽ കിടക്കുന്നവനെ പൊക്കടിക്കാൻ അവൻ്റെ കൂടെ ചേറ്റിൽ കിടക്കുന്നവനെ കൊണ്ടൊക്കെയല്ല, കരയ്ക്ക് നിൽക്കുന്ന ഒരുത്തൻ കയറിട്ട് പിടിച്ച് വലിക്കണം. ഇതുപോലെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ പാപമില്ലാത്ത, പാപിയല്ലാത്ത, പാപം തീണ്ടാത്ത, പാപമറിയാത്ത, പാപം ചെയ്യാത്ത പരിശുദ്ധനായ ക്രിസ്തുവിൽ മാത്രമേ സാധ്യതയുള്ളൂ. അവനെ രക്ഷിതാവായി സ്വീകരിക്കുകയും അവനെക്കുറിച്ചുള്ള സദ്വർത്തമാനം കേൾക്കുകയും ചെയ്തതാണ് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യം. ക്രിസ്തുവാണ് പാപരഹിതനായി വന്നത് എന്ന് ഞങ്ങൾ പറയുവാൻ ഒന്ന് രണ്ട് തെളിവുകൾ പറയാം. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ ജനനം പാപമില്ലാത്തതായിരുന്നു. വായിക്കാം നമുക്ക്. അപ്പോൾ മത്തായി സുവിശേഷം
1-ാം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ ജനനത്തെ പ്രതിപാദിക്കുന്നു. ഉറക്കെ ഞങ്ങൾ വായിക്കും, നിങ്ങൾക്ക് കേൾക്കാം. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഈ വണ്ണം ആയിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായി യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസേപ്പേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടേ. ക്രിസ്തു യേശു ഒരു ദിവസം ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്ത തകരയല്ല ആശാനെ. തൻ്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ്, 70 അല്ലേ, 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ അതിനെക്കുറിച്ച് പ്രവചിച്ചു. അതെന്താ പ്രവചിച്ചതെന്നോ? വായിക്കാം. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 14-ാമത് വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. എന്താ അത്? വായിച്ചേ. 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. പിന്നെ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ആമേൻ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. പിന്നെ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. ചുരുക്കി പറഞ്ഞാൽ പാപ ശരീരത്തിൽ നിന്നുള്ള മുലപ്പാൽ പോലും ഈശോ കുടിച്ചിട്ടില്ല. ഇല്ലെന്നേ. പിന്നെ പ്രായമാകും വരെ, തിന്മ തള്ളി നന്മ സ്വീകരിക്കുവാൻ പ്രായമാകും വരെ തൈരും തേനും കൊണ്ട് ഉപജീവിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ദൈവപുത്രനായ ഈശോയ്ക്ക് മുല കൊടുത്ത അമ്മേ എന്നാരും വിളിക്കേണ്ട. അമ്മയുടെ മുലപ്പാൽ ഈശോ കുടിച്ചിട്ടേ ഇല്ല. അങ്ങനെ കുടിച്ചു പോയാൽ കന്യകാത്വത്തിന് കുഴപ്പം വരും. കന്യകയായിരിക്കുമ്പോൾ കന്യകാത്വത്തിന് കേടി വരാതെ കന്യകാസൂനുവായി കാലത്തിൻ്റെ തെക്കുമെങ്കിൽ കാലിക്കൂട്ടിൽ ജനിച്ചവനാണ് നമ്മുടെ കർത്താവ്. അവനിൽ പാപം ഇല്ല, അവൻ പാപം ചെയ്തിട്ടില്ല. ഒരിക്കൽ എൻ്റെ കർത്താവ് തന്നെ ചൂഷണം ചെയ്യുവാൻ നിന്നവരുടെ മുൻപിൽ നിന്നുകൊണ്ട് വട്ടമിട്ട് നോക്കി ഒരൊറ്റ ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു: നിങ്ങളിൽ ആർക്ക് പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വരുത്തിത്തരാം? ഒറ്റ ഒരുത്തനില്ലായിരുന്നു. ഒരിക്കൽ ഹേരോദാവ് 3-4 ഭടന്മാരെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ, യേശുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ. ഈ ഭടന്മാർ വന്ന് അന്നത്തെ യോഗത്തിന് അവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് കണ്ട് ജാപ്പാടുണ്ടായിരുന്നു, അതും കഴിച്ച് തിരിച്ചു പോയി. അവിടെ ചെന്നപ്പോൾ ചോദിച്ചു, കണ്ടോ? ആ കണ്ടു. എന്നിട്ട് നിങ്ങളെന്താ കൊണ്ടുവരാഞ്ഞേ? അവർ കൊടുത്ത മറുപടി കേൾക്കണോ? ആ മനുഷ്യൻ പ്രസംഗിക്കുന്നത് പോലെ ഇതുവരെ ആരും പ്രസംഗിച്ചിട്ടില്ല. പ്രസംഗക്കലയുടെ ആചാര്യൻ ക്രിസ്തുവാ. 3 ദിവസം നിന്ന് പ്രസംഗിച്ചിട്ട് ഒരില പോലും ചലിച്ചില്ല. അവിടെ ഇരുന്നു. അവസാനം അവർക്ക് ഭക്ഷണം കൊടുത്തു വിട്ടവനായ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ! ഈ ശ്രേഷ്ഠനെയാണ് ഇന്ന് രാത്രിയിലും ഞങ്ങൾ ഉയർത്തുന്നത്. അവൻ്റെ കന്യകാജനനം, അവൻ പാപിയല്ല, എത്രകാരവുമല്ല, ദൈവത്തിങ്കിൽ നിന്ന്. മറിയം ഒരിക്കൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മാലാഖ ഗബ്രിയേൽ, നിങ്ങളുടെ ഉപദേശന്മാരെന്താ വേറെ കൗൺസിലർ കൂടുക? എന്നാ ഞാൻ കയറി അവിടെ നിന്ന് പ്രസംഗിക്കുക, നേരെ ഇരിക്കണം. മാലാഖ ഗബ്രിയേൽ അടുക്ക വന്ന് മറിയാമയെ വിളിച്ചു. മറിയമേ. അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. അപ്പോൾ പറയുക, നീ ഒരു മകനെ പ്രസവിക്കും. നീ ഒരു മകനെ പ്രസവിക്കും. അവൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു,
ഞാൻ പുരുഷനെ അറിയായാൽ ഇതെങ്ങനെ സംഭവിക്കും? ഉത്തരം മറിയമേ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. നീ ഒരു വെറും പാത്രമായിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അത്യുന്നനും നിഴലിട്ട് നീ ഒരു പാത്രം മാത്രമാ, നിന്നിൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, ക്രിസ്തു വിശുദ്ധ പ്രജയാണ്. പാപമില്ലാത്തവൻ, പാപത്തിന് പരിഹാരം തരുവാൻ ഈ പാപലോകത്തിലേക്ക് ജനിച്ച ശ്രേഷ്ഠനായ ക്രിസ്തു. തിരുവചനം പഠിപ്പിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റെടുക്കുന്നവർക്കാണ് രക്ഷ പ്രാപ്തമായി തീരുന്നത്. ഒരിക്കൽ ജെയിംസ് ബ്ലോണ്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുകളിൽ കൂടെ ഒരു വലിയ കമ്പി വലിച്ചു കെട്ടി ഒരു സൈക്കിളുമായി അതിൽ വരുന്നു എന്നൊരു വലിയ പരസ്യമുണ്ടായി. അയ്യോ, നാട്ടുകാരെല്ലാം കൂടിയെന്ന് മാത്രമല്ല, പലരും ബെറ്റ് വെച്ചു അവൻ ഈ വെള്ളത്തിൽ വീണ് എന്നേക്കുമായി പോക്കാകും എന്നൊരു കൂട്ടർ. ഇല്ല, അയാൾ ഈ നയാഗ്ര അതിൻ്റെ മുകളിൽ കൂടെ വലിച്ചു കെട്ടിയ ആ കമ്പിയിൽ കൂടി ഇക്കരെ കയറും എന്ന് എനിക്കറിയാം എന്ന് മറ്റൊരുത്തൻ. രണ്ട് ഗ്രൂപ്പ് തിരിഞ്ഞു. ഈ കയറി വരുമെന്ന് പറഞ്ഞവൻ ബെറ്റ് വയ്ക്കാവോ എന്ന് ചോദിച്ചു. ബെറ്റ് വയ്ക്കാവെന്ന് പറഞ്ഞു. വാതുകെട്ടി. തക്ക സമയത്ത് ജെയിംസ് ബ്ലോണ്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഇപ്പുറത്ത് വന്നു. അയ്യോ, എന്തോ ഒരു കയ്യടിയായിരുന്നു, എന്തോ ഒരു കരമായിരുന്നു. അപ്പോൾ ആ ബെറ്റ് വെച്ച മനുഷ്യൻ ഓടിച്ചെന്ന് പറഞ്ഞു, ഞാനാണ് വാതു വെച്ച് അങ്ങ് ഇതിലേക്ക് കൊണ്ടുവരുമെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം, എനിക്കങ്ങേ വിശ്വാസമുണ്ട് അങ്ങ് ഇപ്പുറത്ത് വരുമെന്ന്. ഈ ജെയിംസ് ബ്ലോണ്ട് പറഞ്ഞു, നീ വാതു വെച്ചതുപോലെ നടന്നില്ലയോ? നടന്നു. ഇനി ഞാൻ അക്കരയ്ക്ക് പോവാം, നീ കൂടെ കയറിക്കോളാൻ. ഇനി ഞാൻ അക്കരയിലോട്ട് പോവുക, നീ കൂടെ എൻ്റെ പുറത്ത് കയറിക്കോ, നിന്നെ കൊണ്ട് ഞാൻ പോവുക. അപ്പോൾ ഇവൻ പറഞ്ഞ വാക്ക് കേൾക്കണോ? അത് പിന്നൊരിക്കലാട്ടെ. ഏതാ? പിന്നൊരിക്കലാട്ടെന്ന്. ഇവനറിയാം ഇയാൾ അങ്ങോട്ട് പോകുന്ന പരുവത്തിനൊരു പക്ഷേ ഞാൻ ഈ വെള്ളത്തിനകത്ത് വീണ് പോയെങ്കിൽ എൻ്റെ കാര്യം ഗതികേട. ഇതാ നമ്മിൽ പലരുടെയും വിശ്വാസം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധൻ അവിടെ നിന്നുകൊണ്ട് നിന്നെ നോക്കിക്കൊണ്ട് നീ എങ്ങനെയുള്ളവനാന്ന് ചോദിച്ചാൽ, പാപിയായ എനിക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ദൈവം തമ്പുരാനോട്, നീ എന്നും പാപിയാ, എന്നും പാപത്തിന് അടിമപ്പെട്ടവനാ. പാപത്തിൽ നിന്ന് കരയേറുവാൻ, പാപത്തിന്മേൽ ജയം പ്രാപിക്കുവാൻ നിന്റെ ജീവിതത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എല്ലാ ഞായറാഴ്ചയും പറയുന്നു, ദൈവം പരിശുദ്ധനാ, നല്ലവനാ, ഈശോ നല്ലവനാ. ഈ നല്ലവനാന്നുള്ള വർത്തമാനം കൊണ്ട് നീ അക്കരെ ദൈവരാജ്യത്തിൽ പോകത്തില്ല. അതിനൊറ്റ പരിപാടിയുള്ളൂ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൻ്റെ ആഴത്തിൽ വിശ്വസിച്ച്, ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റെടുക്കുവാൻ എത്ര പേരാഗ്രഹിക്കുന്നോ അവർക്ക് മാത്രമേ രക്ഷ സ്വായത്തമായി തീരത്തുള്ളൂ. രക്ഷ എങ്ങനെ പ്രാപിക്കാം? ഉത്തരം വിശ്വാസത്താൽ പ്രാപിക്കാം. ക്രിസ്തു യേശുവിനെ വിശ്വാസത്താൽ ജീവിതത്തിൽ ഏറ്റെടുക്കണം. ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. ഇപ്പോൾ കണ്ണടയ്ക്കാമെന്ന് പറഞ്ഞത് ഉച്ച കഴിഞ്ഞ് മൂന്നാമത്തെ പീരീഡിൽ ബുക്കെല്ലാം റെഡിയാക്കി വെക്കുന്ന പോലെ ചെയ്യാകാനല്ല. എന്തിനാ പോകാൻ? നോ, ഇത് നിൻ്റെ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുവാനൊരു അവസരം തരികയാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ തലകളും ദൈവസന്നിധിയിൽ വണങ്ങട്ടെ. ഇന്ന് 2023 ഡിസംബർ മാസം 27. ഈ 27 തീരുന്നതിന് മുമ്പ്, 28 പിറക്കുന്നതിന് മുമ്പ് കാഹളത്തിൻ്റെ ശബ്ദം കേട്ടാൽ
ഞാൻ എൻ്റെ കർത്താവിനോടുകൂടെ സ്വർഗത്തിലിരിക്കും എന്ന് പൂർണ്ണ ധൈര്യം എത്ര പേർക്കുണ്ട്? എത്ര പേർക്കുണ്ട്? നിന്റെ അകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് വീണു. ഇവിടെയാണ് നിന്റെ പരാധീനത. ഇവിടെ നിന്നാണ് നമ്മൾ ജയമേറ്റെടുക്കേണ്ടത്. ഇന്ന് രാത്രി ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ജീവിതത്തിൽ രക്ഷയുടെ നിർണയമുണ്ടായി കടന്നു പോകുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രബോധിപ്പിക്കുകയായിരുന്നു ഇതുവരെ. ഈ കേട്ടതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നാം പല ആവർത്തി കേട്ടതാ, പല ആവർത്തി നാം പഠിച്ചതാ, പലരോട് നാം പറഞ്ഞവരുമാ. നിന്റെ അകത്തളത്തിൽ ഇന്ന് വരെ ഈ ധൈര്യം, ഈ നിർണയമുണ്ടായിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് ജീവിതത്തിൽ പരാജയം, നരകയാതന അനുഭവിക്കേണ്ടി വരും. ഞാൻ ആദ്യം വായിച്ചതുപോലെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക രണ്ടാം മരണം. ഇതിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കാനാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഈ ശ്രേഷ്ഠമായ ദൂത് നിങ്ങൾ ജനിച്ച നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ കാതുകളിൽ തന്നിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടച്ചിരിക്കുമ്പോൾ, പരസ്പരം ആരും തമ്മിൽ നോക്കാതിരിക്കുമ്പോൾ, ദൈവസനിൽ ആഴമായ ഒരു തീരുമാനമെടുക്കുവാൻ ഇന്ന് രാത്രി എത്ര പേര് ആഗ്രഹിക്കുന്നു? ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലരെ നോട്ടമിട്ടിരിക്കുകയാണ്. നീ ഇവിടെ കടന്നു വരുന്നത് വീട്ടിൽ വന്നറിഞ്ഞവനാ ദൈവത്തിൻ്റെ ആത്മാവ്. നിന്നെ വിളിച്ചിവിടെ കൊണ്ടുവന്നതാ. ഈ രാത്രി ഇത് കേൾക്കാതെ പോകരുത് എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതാ. സമൂഹത്തിൽ നമുക്ക് പലർക്കും നല്ല പേരുകളും നിലവാരമൊക്കെ ഉള്ളവരാ. കാഹളനാദം നിന്റെ കാതിൽ മുഴങ്ങി ദൈവരാജ്യത്തിൽ പോകുവാൻ നിനക്ക് കഴിയുമോ? പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തോട് എന്ത് സംസാരിക്കുന്നു? പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടച്ച് ദൈവമായി ഏകാന്ത ജീവിതത്തിൽ ദൈവത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഹൃദയത്തെ താഴ്ത്തി, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരു നിർണയമുണ്ടായിട്ട് എൻ്റെ കർത്താവുമായി അഗാധമായൊരു ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ഏറ്റെടുക്കുന്നു. ഇന്ന് രാത്രി നിർണയത്തോടെ ഞാൻ വീട്ടിലേക്ക് പോകും എന്നാഴമായി തീരുമാനിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഈ രണ്ടാം രാത്രിയിൽ പ്രാർത്ഥന ആവശ്യമുള്ളവർ അതടങ്ങളിൽ ഇരുന്നുകൊണ്ട് കരങ്ങളെ ഉയർത്തിക്കോ. അവിടെ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം, ഇവിടെ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. എല്ലാവരും കണ്ണുകളെ അടച്ച് ആരാ കൈവക്കുന്നതെന്ന് നോക്കാതെ അവരവരുടെ കാര്യം നോക്കിക്കോ. അവിടെ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. പുരുഷന്മാരുടെ ഭാഗത്ത് ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. ആഴമായ ഒരു പ്രതിഷ്ഠയിലേക്ക് കടന്നു വരിക. യേശു ക്രിസ്തുവിനെ ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണ് എന്നുള്ള നിർണയം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഇനി ആരുണ്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ, കർത്താവുമായി ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ, നിത്യത ക്രിസ്തുവുമായി ചെലവിടുവാൻ താല്പര്യപ്പെടുന്നവർ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചോ. സ്തോത്രം ചെയ്യാൻ തുടങ്ങുക. അവിടെ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. ഇന്ന് കാഹളനാദം കേട്ടാൽ ഞാൻ എൻ്റെ കർത്താവിനോടുകൂടെ എടുക്കപ്പെടും എന്ന പൂർണ്ണ ധൈര്യമുള്ളവരും കരമുയർത്തിക്കട്ടെ. ഹല്ലേലൂയ.